അസ്സലാമലൈക്കും. ഞാനിന്ന് നമ്മളെ മീറ്റർ പയറിൻ്റെ ഒരു വീഡിയോ ആണ് എടുക്കാൻ വന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം ഒരു 5-6 പയർ കണ്ടില്ലേ, കട്ട് ചെയ്യാനുള്ള ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ട്. പിന്നെ ഒരു പന്തലിലേക്ക് കയറിയിട്ട് ചെറുത് കുറച്ച് ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 പയർ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും, തോരനുണ്ടാക്കിയിട്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനിത് അതിൻ്റെ ഒപ്പം തന്നെ നട്ട് കൊടുത്ത പയറിൻ്റെതായിരുന്നു, പക്ഷേ അവർ കുറച്ച് സ്ലോ ആയിട്ടാണ് വന്നത്, കണ്ടില്ലേ. ഇതൊരു കുമ്പളങ്ങടതാണ്. ഈ കാലാവസ്ഥക്കനുസരിച്ച് ചില സാധനങ്ങൾക്കൊക്കെ ഇല പഴുത്ത് ഇതായി വരും. പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഡബിളായിട്ടാണ് വന്നിട്ടുള്ളത്, 2 എണ്ണം ഒരു ഞെട്ടിയിൽ, കണ്ടില്ലേ. ഇതും അങ്ങനെ തന്നെ. പിന്നെ ഈ ഭാഗത്തുള്ളതിൽ ഒന്നും ഇപ്പുറത്തെ സൈഡിലേക്കായിട്ടൊന്നും പയർ വന്നിട്ടില്ല. ഒക്കെ നല്ല തഴച്ച് വന്നിട്ടുണ്ട്, വള്ളികളൊക്കെ തഴച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മളെ ചുരക്കടയാണ്, പക്ഷേ അത് മഴ കാരണം വെള്ളം കൂടുതലായിട്ടായിരിക്കും, കണ്ടില്ലേ. ഇലകളൊക്കെ പഴുത്ത് അങ്ങനെ ഒരു ഇതിലായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായി കിട്ടണമെങ്കിൽ കിട്ടട്ടെ, നമ്മൾ വളർത്തി നോക്കുക, അത്രേ ഉള്ളൂ. പഴുത്ത ഇലകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ മീറ്റർ പയറിൻ്റെ. അപ്പം നിങ്ങളും ഇതുപോലെ മീറ്റർ പയറിൻ്റെ വിത്ത് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ. ഞാൻ മുന്നേ വളർത്തിയ മീറ്റർ പയറിൻ്റെ വിത്ത് എടുത്താണ് പാകി മുളപ്പിച്ച് ഇങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.